നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വൃക്കരോഗങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന മറ്റ് സങ്കീർണതകളെയും കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റായ ഡോക്ടർ സുനിൽ ജോർജ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വെൽക്കം ഏഷ്യാനെറ്റ് വ്യൂവേഴ്സ്. ഡോക്ടർ, ഈ വൃക്കകൾക്ക് പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിന് മൂല കാരണങ്ങൾ എന്തൊക്കെയാണ്? കിഡ്നി രോഗത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പ്രമേയം തന്നെയാണ്. പിന്നെ പ്രഷർ, പിന്നെ നമ്മുടെ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറേ കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ ഒബീസിറ്റി ആൻഡ് കിഡ്നി ഡിസീസ് ആയിരുന്നു. എന്ന് വെച്ചാൽ അമിതവണ്ണം കൊണ്ട് വരാവുന്ന കിഡ്നി അസുഖങ്ങൾ. ഇപ്പം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പം തന്നെ നമുക്കിപ്പം ഈ പനി ഒരു സിമ്പിൾ പ്രോബ്ലമാണ്, ഒരു അക്യൂട്ട് പ്രോബ്ലമാണ്. നമുക്ക് അതുപോലും നമുക്ക് തടയാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇൻസിഡൻസ് കൂടി വരുന്നു. അപ്പോൾ എല്ലാ അസുഖങ്ങളുടെ തോതും അളവും എല്ലാം വർദ്ധിച്ചിട്ടുണ്ട്. ആ കൂടി ഇങ്ങനത്തെ ക്രോണിക് പ്രോബ്ലംസും കൂടിയിട്ടുണ്ട്. കിഡ്നി രോഗത്തിൻ്റെ പ്രധാന കാരണം ഇപ്പോഴും പ്രമേയം തന്നെയാണ്. പിന്നെ പ്രഷർ, പിന്നെ ജന്മാന വരാവുന്ന അസുഖങ്ങളുണ്ട്, പിന്നെ പാരമ്പര്യമായിട്ട് വരാവുന്ന അസുഖങ്ങളുണ്ട്, പിന്നെ ഇൻഫെക്ഷന്, കല്ല് മൂലം തടസ്സം വന്നിട്ട് വരാവുന്ന കിഡ്നി രോഗങ്ങളുണ്ട്. അങ്ങനെ പല പല രോഗങ്ങളുണ്ട്. ഏതായാലും കിഡ്നി രോഗവും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം പഴയ പോലെ അല്ല. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് അജിത്ത് ചേർന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, എനിക്ക് എന്റെ ഷുഗർ ഭക്ഷണത്തിന് മുമ്പ് 115 ഭക്ഷണത്തിന് ശേഷം 160, 170 കളിപ്പിക്കുകയാണ്. പ്രഷർ 85, 130 അപ്പൊ മരുന്നൊന്നും കഴിക്കുന്നില്ല. പ്രഷറിനും ഷുഗറിനും മരുന്ന് കഴിക്കല്ല. ഇപ്പൊ എനിക്ക് കുറച്ചുകാലമായിട്ട് ഇപ്പോഴും മൂത്രം പോകുന്നു. രാത്രി കാലങ്ങൾ ഒരു 2 മണിക്കൂറോട്ട് മൂത്രം എപ്പോഴും ഒഴിക്കാൻ പോകും. മൂത്രം പോകുന്നുണ്ടല്ലോ. അജിത്തിന് എത്ര വയസ്സുണ്ട്? 40 വയസ്സ്. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങൾ പറഞ്ഞ റിസൾട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു ഷുഗറോ പ്രഷറോ പോലെ തോന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ ഇല്ലേ, നമുക്കൊരു പേഷ്യൻറ്റിന് നമുക്ക് ആദ്യം ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ നമ്മൾ തീരുമാനിക്കണം. അതിങ്ങനെ ഒരിക്കൽ ചെന്ന് ഒരു ഷുഗർ നോക്കിയോണ്ടാൽ ഒരിക്കൽ നോക്കിയൊരു പ്രഷർ നോക്കിയോണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. 1.5 വർഷമായിട്ട് ഞാൻ 3 മാസം ചെക്ക് ചെയ്യണം. അപ്പൊ ഇത് കൂടുതൽ വരാറില്ല. ഓക്കെ. അപ്പം വെറും വയറ്റിലെ ഷുഗർ ഒരു 110 വരെയും ഭക്ഷണം കഴിച്ചിലെ ഷുഗർ ഒരു 140 വരെയൊക്കെ നോർമലാണ്. അതേപോലെ പ്രഷർ ഒരു 145, 140/90 വരെയും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മരുന്ന് കഴിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ മൂത്രം രാത്രി ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ പോകും. ഈ മൂത്രം ഒഴിക്കുന്നുണ്ടല്ലോ, നമ്മൾ നേരെ പോവാറ്. ഇത് 2 സ്പ്ലിറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അതെങ്ങനെ എന്തെങ്കിലും കുഴപ്പമാണോ? ഇല്ല. ഇത് കിഡ്നിയുടെ പ്രോബ്ലം കൊണ്ടുള്ള പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് യൂറിൻ, ഇപ്പൊ ബ്ലാഡർ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് അല്ലെങ്കിൽ യൂറിൻ ഒഴിക്കുന്ന പരിസരത്തെ വല്ല പ്രശ്നങ്ങളാകാനാ ചാൻസ്. നിങ്ങളപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ എന്താണെങ്കിലും ഒരു സ്കാൻ എടുക്കണം. ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കണം യൂറിൻ പോകുന്നതൊക്കെ വല്ല തടസ്സം. ഇത് കിഡ്നിയുടെ പ്രശ്നമല്ല കേട്ടോ. കിഡ്നിയുടെ പ്രോബ്ലം ആകാൻ വഴിയില്ല. വിളിച്ചത് നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് ഞാൻ ലക്ഷദ്വീപിൽ നിന്നാണ്. ലക്ഷദ്വീപ് മുത്തുകോയാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ലക്ഷദ്വീപ്. ഓക്കെ. ലക്ഷദ്വീപിൽ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ? മഴയുണ്ട്. നല്ല ഇന്ന് വെയിലൊക്കെ ഉണ്ട്. നമുക്ക് വളരെ നല്ല കാലാവസ്ഥയാണ്. പറഞ്ഞോളൂ. ഞാൻ സാറേ എനിക്ക് 62 വയസ്സായി. എനിക്ക് മൂത്രത്തില് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഫ്ലോ ആയിട്ട് പോകുന്നില്ല. മൂത്രം ഒഴിച്ചാല് ഒരു മതിയാവാത്ത നിലയില് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ എന്താണത്? ഈ വൃക്കയുടെ തകരാറ് കൊണ്ടാണോ അതോ വേറെ വല്ലതുമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അതെ. നമുക്കിങ്ങനെ എല്ലാവരും അറിവിനോട് ഞാൻ പറയാണ്, നമുക്ക് നമ്മുടെ വീട്ടിൽ വാട്ടർ ടാങ്കും ഉണ്ട്, ടാപ്പും ഉണ്ട്. വാട്ടർ ടാങ്കിനെ നമുക്ക് നമ്മുടെ കിഡ്നി ആയിട്ട് ഊഹിക്കാം. ഇത് നമ്മുടെ മൂത്രം ഒഴിക്കുന്ന അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന പരിസരത്തുള്ള വല്ല പ്രോസ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ ബ്ലാഡർ സംബന്ധമായിട്ടുള്ള പ്രശ്നം കൊണ്ടുള്ള ഒരു പ്രോബ്ലം ആകാനാണ് സാധ്യത. പ്രത്യേകിച്ച് 60 വയസ്സിന് മേലെയുള്ളവർക്ക് പ്രോസ്റ്റേറ്റ്, ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതാകാനാണ് സാധ്യത. കിഡ്നിയുടെ പ്രോബ്ലം ആകാൻ സാധ്യതയില്ല. അപ്പം നമുക്ക് എന്താണെങ്കിലും നമുക്കൊരു സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കിയാൽ പ്രോസ്റ്റേറ്റിന് വല്ല കുഴപ്പമുണ്ടോ ബ്ലാഡറിന് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇത് കിഡ്നിയുടെ ലക്ഷണമായിട്ട് തോന്നുന്നില്ല. ഞാനിപ്പോ കൊച്ചിയിൽ ഉണ്ടായിരുന്നപ്പോ നമ്മള് സ്കാൻ ചെയ്ത് നോക്കിയാൽ പ്രോസ്റ്റേറ്റ് അവിടെ ഇത് പറയുന്നുണ്ടല്ലോ, ലാസ്റ്റിലെ കൺക്ലൂഷൻ പ്രോസ്റ്റേറ്റ് പറയുന്നുണ്ട്. ചെറിയ എൻലാർജ്ഡ് എന്ന് പറയുന്നത്. അതെ. അപ്പൊ പ്രോസ്റ്റേറ്റിന്റെ അതിന്റെ ഗുളിക കഴിച്ചാൽ മതി.
അതിൻ്റെ വീക്കം കുറയാനുള്ള മരുന്നുകളുണ്ട്, അത് കഴിക്കുക. എന്നിട്ട് കുറവില്ലെങ്കിലാണ് നമ്മൾ പിന്നീട് സർജറി ചെയ്യുന്നത്. അത് യൂറോളജി വിഭാഗത്തെ കാണിച്ചാണ് സർജറി ചെയ്യുന്നത്. വിളിച്ചിരുന്നു, നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഗുഡ് മോർണിംഗ്. എന്റെ പേര് സജു എന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ സജു പറഞ്ഞോളൂ. താങ്ക് യു സാറേ, എനിക്ക് സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ, എനിക്ക് 27 വയസ്സുണ്ട്. ഹലോ, ഞങ്ങൾ കേൾക്കുന്നുണ്ട് സജു, പറഞ്ഞു. എനിക്ക് 27 വയസ്സുണ്ട് സാർ. ഞാനാണെങ്കിൽ 5 വർഷമായി സ്ഥിരമായി മദ്യപിക്കാറുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം യൂറിൻ പാസ് ചെയ്യുമ്പോൾ കളർ ചേഞ്ച് ഉണ്ട്, അതുപോലെ ഈ വയറിന് താഴെ ചെറിയ വേദനയുണ്ട്. ഓക്കെ, അത് കിഡ്നി സംബന്ധമായ എന്തെങ്കിലും അസുഖം വരാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് സാർ വിളിച്ചത്. നല്ല ചോദ്യം. കാരണം പലപ്പോഴും പലരും ചോദിക്കുന്ന വിഷയമാണ് ഈ ഡ്രിങ്ക്സും കൊണ്ട് കിഡ്നി അസുഖം വരുമോ ഇല്ലെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ പലർക്കും തെറ്റിദ്ധാരണയുണ്ട്, ബിയറൊക്കെ കുടിക്കുന്ന കിഡ്നിക്ക് നല്ല എന്നൊക്കെ തെറ്റിദ്ധാരണകളുണ്ട്. എന്താണെങ്കിലും ആദ്യം തന്നെ മദ്യപാനം നല്ലതല്ല. അത് പ്രധാനമായിട്ട് നമ്മുടെ ലിവറിനെയാണ് ബാധിക്കുന്നത്. നമ്മുടെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന കൂടെ നമ്മുടെ കിഡ്നിനെയും ബാധിക്കാം. അതുപോലെ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഷുഗർ ഒക്കെ നിയന്ത്രിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. മദ്യപാനം കൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ കിഡ്നിനെ ബാധിക്കത്തില്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കാം. ഇപ്പം ഈ പറഞ്ഞ യൂറിനിൽ നിറം വ്യത്യാസം പറഞ്ഞത് അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ചിലപ്പം വല്ല യൂറിനിൽ കുറച്ച് ബ്ലഡിൻ്റെ അംശങ്ങളോ ഒക്കെ അങ്ങനെ പോയാൽ ഇങ്ങനെ നിറം വ്യത്യാസം വരാം. വേദനയൊക്കെ വരുന്നത് ചിലപ്പോൾ നമുക്ക് നോക്കണം. ഇനിയിപ്പം വല്ല ഈ പറയുന്ന വല്ല കല്ലിൻ്റെ വല്ല അസുഖമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ വരാം. ഇത് മദ്യപാനം കൊണ്ട് നിറം വ്യത്യാസം ആന്ന് തോന്നുന്നില്ല, പക്ഷേ നമുക്ക് അതെ വേറെ വല്ല കാരണങ്ങളും ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടി വരും. മദ്യപാനം നമ്മൾ ഏതായാലും നിർത്തിക്കോളൂ. പിന്നെ ബിയറൊക്കെ കുടിക്കുന്നത് കൂടുതൽ നമുക്ക് യൂറിൻ പോകും. അത് മദ്യം കുടിച്ചാലും കൂടുതൽ യൂറിൻ പോകും. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്ന കിഡ്നിക്ക് നല്ലതാണ്. അല്ല, ബിയറൊക്കെ പ്രത്യേകിച്ച് കൂടുതൽ കുടിച്ചാൽ കല്ലിൻ്റെ ഒക്കെ അസുഖം വരാൻ കൂടുതൽ ചാൻസസാണ് ഉള്ളത്. അതുകൊണ്ട് ഏതായാലും മദ്യപാനം നിർത്തിക്കോളൂ. ഇത് നമുക്കൊരു യൂറിൻ പോയി ടെസ്റ്റ് ചെയ്യണം. ആ കൂടെ ഒരു സ്കാനും കൂടെ എടുത്ത് നോക്കണം, വേറെ വല്ല കല്ലിൻ്റെ വല്ല അസുഖമോ അല്ല യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. വിളിച്ചിരുന്നു, നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഓക്കെ, ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? നിലമേൽ സുദർശനിൽ നിന്ന്. ഡോക്ടറോട് ചോദിച്ചോളൂ. അത് എവിടെയാ, സ്ഥലം എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, താങ്ക് യു, പറഞ്ഞോളൂ. അപ്പൊ എനിക്ക് കഴിഞ്ഞ 9-ാം മാസം മുതൽ ഞാൻ ഡയാലിസിസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഈ 2 ആഴ്ച കൊണ്ട് 3 വീതം ആക്കിയിട്ടുണ്ട്. എന്നാൽ ഈ മുഖത്തിനേക്ക് നീര് വരുന്നു, മുഖത്ത് നീര്. അതെ, നമുക്ക് ഡയാലിസിസ് ചെയ്യുന്ന ട്യൂബ് കഴുത്താലാണോ? ഇല്ല, കയ്യില്ല, ഫിസ്റ്റിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഷുഗറും കൊണ്ട് വന്ന കിഡ്നി അസുഖമാണോ? ഇല്ല, ബിപി ഒന്നെയാണ്. ബിപി കൊണ്ട് വല്ല സ്റ്റീറോയിഡ്സോ അങ്ങനെ വല്ല ഗുളിക കഴിച്ചിരുന്നോ? വല്ല തുടക്കത്തിൽ ഈ കിഡ്നി രോഗം കൺട്രോൾ ചെയ്യാൻ വേണ്ടി സ്റ്റീറോയിഡ്സ് ഒക്കെ കഴിച്ചിരുന്നോ? ഇല്ല, അതൊന്നും കഴിച്ചിട്ടില്ല. ഓക്കെ, അപ്പം മുഖത്തെ വീക്കം ഈ കിഡ്നി രോഗമായിട്ട് ബന്ധപ്പെട്ടും വരാം. അപ്പം ശരീരം ഒട്ടാകെയുള്ള വീക്കമാണ് നമുക്ക് കൂടുതൽ. ഇപ്പം ഉറങ്ങി എണീക്കുമ്പോൾ മുഖത്ത് കൂടുതൽ കാണാം, വൈകുന്നേരങ്ങളാകുമ്പോൾ നമ്മുടെ കാലിൽ കാണാം. അപ്പം നമുക്ക് അത് ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമുക്കൊരു വെയിറ്റ് ഉണ്ട്, ഐഡിയൽ വെയിറ്റ് ഉണ്ട്, ഡ്രൈ വെയിറ്റ് ഉണ്ട്. ഐഡിയൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ്, ഡ്രൈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നീര് മാറിയിട്ടുള്ള വെയിറ്റ്. അപ്പം നമുക്ക് നമ്മുടെ ഡ്രൈ വെയിറ്റ് കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ചിലപ്പോൾ ഇപ്പം നിങ്ങളുടെ വെയിറ്റ് എത്രയുണ്ട്? ഇപ്പം നിങ്ങളുടെ വെയിറ്റ് എത്രയാണ് ഡയാലിസിസ് കഴിയുമ്പോൾ? 4 കിലോ 4.5 കിലോ എത്രയുണ്ട്? 65 കിലോ. എത്ര കിലോ നിങ്ങളുടെ വെയിറ്റ് ഇപ്പം? 73 കിലോ. 73. ആ ഒരു ഡ്രൈ വെയിറ്റ് ചിലപ്പോൾ നിങ്ങളത് ക്രമേണ 70 71 ആക്കേണ്ടി വരും. ഒറ്റയടിക്കല്ല, ഓരോ ഡയാലിസിസ്. അതോടെ നിങ്ങളുടെ മുഖത്തെ നീര് പോകാനുള്ള സാധ്യതയുണ്ട്. അതെ, ചിലർക്ക് മുഖത്ത് കൂടുതൽ നീര് കാണാം, ചിലർക്ക് വയറ്റിൽ കാണാം, ചിലർക്ക് കാലിൽ കാണാം. ഓക്കെ, അത് ഡയാലിസിസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല. ആഴ്ച 3 ഡയാലിസിസ് അല്ലേ ചെയ്യുന്നത്? അപ്പൊ പിന്നെ വേറെ ശ്വാസം മുട്ടലൊന്നും ഇല്ലല്ലോ? അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആഴ്ച 3 ഡയാലിസിസ് ചെയ്യുക. നിങ്ങളുടെ ഞാനീ പറഞ്ഞ ഡ്രൈ വെയിറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒന്ന് കുറയ്ക്കുക. അതോടെ നിങ്ങളുടെ പ്രശ്നം തീർന്നു. വിളിച്ചിരുന്നു, നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഈ വൃക്കകൾ തകരാറിലായിരിക്കാൻ തുടക്കത്തിലൊന്നും നല്ല ലക്ഷണങ്ങൾ പുറത്ത് കാണിക്കുന്നില്ല. അപ്പോൾ എത്ര കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്രത്തോളം ഡാമേജ് വന്നതിന് ശേഷമാണ് ഇത് ലക്ഷണങ്ങൾ പുറത്തറിയുന്നത്? ഈ കിഡ്നി രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് ലക്ഷണങ്ങളില്ല. പലപ്പോഴും ചില ലക്ഷണങ്ങൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ആകെക്കൂടുതലുള്ള ലക്ഷണം എന്ന് പറയുന്നത് നോക്ട്യൂറിയ എന്ന് വെച്ചാൽ രാത്രിയിൽ ഇപ്പം പലരും പറഞ്ഞ പോലെ ഇതിപ്പം പ്രോസ്റ്റേറ്റിൻ്റെ സിംറ്റംസാണ് പറഞ്ഞത്. രാത്രി പലവട്ടം യൂറിൻ പോവുക, അതിനെ നോക്ട്യൂറിയ എന്ന് പറയുന്നത്. അതാണ് കിഡ്നി രോഗത്തിന് ചിലപ്പോൾ ആദ്യത്തെ ലക്ഷണം. അത് പലരും നല്ല ആരോഗ്യത്തിനായിട്ട് തെറ്റിദ്ധരിക്കും. പിന്നെ വരാവുന്ന നീര്,
ഈ പറയുന്ന രക്തക്കുറവ്, അങ്ങനെയൊക്കെയുള്ള അതൊരു കോമൺ. ഇപ്പം നീര് ലിവറിൻ്റെ അസുഖത്തിനും വരാം, ഹാർട്ടിൻ്റെ അസുഖത്തിനും വരാം. രക്തക്കുറവ് നമുക്കറിയാം, അയൺ ഡെഫിഷ്യൻസി, പല പല കാരണം കൊണ്ട് വരാം. പലപ്പോഴും നമ്മൾ യാദൃശ്യമായിട്ടാണ് ഈ കിഡ്നി രോഗം കണ്ടുപിടിക്കുന്നത്. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇതിൻ്റെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പം ഓക്കാനം, ഛർദി, നീര്, രക്തക്കുറവ്, മേലുവേദന, ഇതെല്ലാം കിഡ്നി രോഗത്തെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യൂറിൻ. നമുക്കറിയാമല്ലോ കിഡ്നിയുടെ ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ യൂറിൻ ഉണ്ടാക്കുക. അപ്പോൾ യൂറിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരും. അതിൻ്റെ നിറത്തിലും അതിൻ്റെ ഘടനയിലും വ്യത്യാസങ്ങൾ വരാം, അളവിലും വ്യത്യാസം വരാം. അപ്പോൾ അങ്ങനെ വല്ല സൂചനകൾ കിട്ടിയാലും നമ്മൾ കിഡ്നി രോഗത്തിൻ്റെ ലക്ഷണമാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ടെസ്റ്റുകൾ ചെയ്തിട്ട് കിഡ്നി രോഗം കണ്ടുപിടിക്കേണ്ടി വരും. എത്ര ശതമാനം എന്ന് പറഞ്ഞു, നമ്മളിപ്പോൾ ഒരാൾക്ക് ഡയാലിസിസ് തുടങ്ങണമെങ്കിൽ ഒരു 80% രണ്ട് കിഡ്നി ഡാമേജ് വരണം. അത് അപ്പോൾ 20% താഴെ നമ്മുടെ റെസിഡുവൽ കിഡ്നി ഫംഗ്ഷൻ പ്രവർത്തിക്കുമ്പോൾ ആണ് നമ്മൾ ഒരാൾക്ക് ഡയാലിസിസ് നിർദ്ദേശിക്കുന്നത്. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? കാസർഗോഡ് ഇത് മുഹമ്മദ് ഷരീഫ് പാതൂർ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ മുഹമ്മദ് ഷരീഫ്, നമസ്കാരം, പറഞ്ഞോളൂ മുഹമ്മദ്, കേൾക്കാം. നമസ്കാരം സാർ. ഇത് എന്റെ മദറിന് 67 വയസ്സുണ്ട്. ഓക്കെ. 37 വർഷമായി ഷുഗർ തുടങ്ങിയിട്ട്. ഇൻസുലിൻ ചെയ്യുന്നത് 35 വർഷമായി. ഇപ്പൊ ഇത് കിഡ്നിയിലൂടെ പ്രോട്ടീൻ ലെവൽ കൂടുന്നുണ്ട്. പിന്നെ ഡേറ്റ് അവർ തന്നെ ഡെയിലി കഴിക്കാവോ? ഒന്ന്. രണ്ടാമത്തത്, ഈ അടുത്ത് ഞങ്ങൾ മദ്രാസ് അപ്പോളോ ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടുന്ന് ഡോക്ടർ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ലാസിക്സ് കഴിക്കാൻ പറഞ്ഞിരുന്നു, 10 mg. അത് കഴിച്ചു കഴിഞ്ഞാലും യൂറിൻ അങ്ങനെ കൂടുതൽ പോകുന്നില്ല. മുഹമ്മദ്, അവരുടെ ക്രിയാറ്റിൻ അളവൊക്കെ നോക്കിയിരുന്നോ? കിഡ്നിയുടെ അളവ് ടെസ്റ്റ് ചെയ്തിരുന്നോ? യൂറിയ, ക്രിയാറ്റിൻ എത്രയുണ്ട്? ക്രിയാറ്റിൻ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഷുഗർ എന്താണെങ്കിലും ഒരു 10 വർഷത്തിന് മേലെ വരുമ്പോൾ നമ്മുടെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന പോലെ കിഡ്നിനെയും ബാധിക്കാം. അപ്പോൾ അത് കിഡ്നിനെ ബാധിച്ചിരിക്കുന്നു, കിഡ്നിയുടെ പ്രവർത്തനത്തിനെ ബാധിച്ചിരിക്കുന്നു. അത് ക്രിയാറ്റിൻ സാധാരണഗതിയിൽ ഒരാൾക്ക് 1.5 ഒക്കെ വരേണ്ടത് നമ്മുടെ ഇപ്പോൾ ക്രിയാറ്റിൻ 4 അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു 50% കൂടുതൽ നമ്മുടെ 2 കിഡ്നിനെയും പ്രമേയം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണമാണ് നമുക്ക് നീര് വരുന്നത്. നീരിൻ്റെ കാരണം നമ്മുടെ കിഡ്നിക്ക് നീര്, നമ്മുടെ യൂറിനിൽ ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ അംശം നമുക്ക് കൂടുതൽ കളയാൻ പറ്റുന്നില്ല. അപ്പം ഫ്ലൂയിഡ് റിട്ടൻഷൻ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കുറച്ച് കുറയ്ക്കുക, കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക. പിന്നെ ഈ പറയുന്ന ലാസിക്സും ഡൈറ്റോർ എന്നൊക്കെ പറയുന്ന ഡയറൂട്ടിക്സ് എന്ന് പറയും, നമ്മുടെ യൂറിൻ്റെ അളവ് കൂട്ടാനുള്ള മരുന്ന് കഴിക്കുക. പിന്നെ വേറൊരു കാരണം കൊണ്ട് അവർക്ക് നീര് വരാം. അവർക്ക് പ്രോട്ടീനാണ് നഷ്ടപ്പെടുന്നത്. പ്രോട്ടീൻ നിങ്ങൾ പറഞ്ഞല്ലോ യൂറിനിൽ ആൽബുമിൻ പോലെ പോകുന്നുണ്ട്. പ്രോട്ടീൻ്റെ കുറവുണ്ടെങ്കിലും നമുക്ക് നീര് വരാം. അപ്പോൾ അവരുടെ സീറം പ്രോട്ടീൻ, ബ്ലഡിലെ പ്രോട്ടീൻ്റെ അളവ് നോക്കുക. ആ പ്രോട്ടീൻ്റെ അളവ് കുറവാണെങ്കിൽ അത് നമുക്ക് പ്ലാസ്മയായിട്ടോ ഹ്യൂമൻ ആൽബുമിനായിട്ടോ നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താലും അവരുടെ നീര് കുറയാം. കാലിന് ഭയങ്കര നീര് വരും. ഇതൊരു യാത്ര ചെയ്യുകയാണെങ്കിലേ, അതെ, ഒരു കാറിൽ കാല് കുത്തന വെച്ചിട്ട് 10 കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിലും നീര് ഭയങ്കരമായിട്ട് വരും. നമ്മുടെ ശരീരത്തിലുള്ള നീര് നമ്മൾ കിടക്കുമ്പോൾ അത് മുഖത്തോട്ട് വരും, എണീറ്റ് നിൽക്കുമ്പോൾ കാലിൽ വരും. ഇപ്പോൾ നമ്മുടെ മുറിക്കകത്തുള്ളൊരു പൊടി നമ്മൾ മൂലയിലടിച്ച് വെക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അത് പോണം നീര്. അല്ല, ഇത് വേറെ അതിലൊരു സംശയം സാർ. എന്താണല്ലേ, ഇപ്പൊ ഇത് മദറിന് മുമ്പ് ഒരു 10 years ബാക്ക് 8 years ബാക്ക് ഒരു നീ ചേഞ്ച് ചെയ്തിരുന്നു മദ്രാസ് അപ്പോളോ തന്നെ. ലെഫ്റ്റ് സൈഡ് നീ റീപ്ലേസ്മെന്റ് സർജറി. ഓക്കെ, നീ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റീപ്ലേസ്മെന്റ്. ആ ചെയ്ത സമയത്ത് 8 years ബാക്ക് ഇത് ഒന്ന് ICUവിൽ വെച്ച് തന്നെ ഒന്ന് ഹാർട്ട് ഫെയിൽ ആയിരുന്നു. അപ്പോ ഈ അടുത്ത് അവിടെ അപ്പോളിൽ തന്നെ കാർഡിയോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ ആൻജിയോഗ്രാമും കൂടി ചെയ്ത് നോക്കിയാലേ ഈ നീരിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അതിനകത്തുള്ള തടസ്സം എനിക്കിപ്പോൾ മനസ്സിലായി. നിങ്ങളുടെ ചോദ്യം എന്താണ്? ഞാൻ സമയക്കുറവുകൊണ്ട് ഇടയ്ക്ക് ഇടപെടുന്നത്. ഈ പറയുന്ന ആൻജിയോഗ്രാം ചെയ്യാൻ ഒരു തടസ്സമുണ്ട്. കാരണം വെച്ചാൽ നമ്മളൊരു കോൺട്രാസ്റ്റ്, ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ കിഡ്നിയുടെ അസുഖം കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ഡോക്ടർമാർ ആൻജിയോഗ്രാം ചെയ്യാനും ഒരു തടസ്സം പറയും. പക്ഷെ ഒരു അത്യാവശ്യ ഘട്ടം, ഇപ്പം ഒരാൾക്ക് അതുകൊണ്ട് ഒരു ആപത്ത് വരും എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ആൻജിയോഗ്രാം ചെയ്ത് വല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് മാറ്റാറുണ്ട്. ആ കൂടെ ചിലപ്പം വല്ല കുറച്ച് ഡയാലിസിസിൻ്റെ ആവശ്യം വന്ന് അത് ചെയ്യാറുണ്ട്. പക്ഷെ അമ്മയുടെ കേസിൽ എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അംശം കുറയ്ക്കുക, പ്രോട്ടീൻ്റെ അളവ് നോക്കിയിട്ട് പ്രോട്ടീൻ കുറവുണ്ടെങ്കിൽ അത് നികത്തുക,
അതുപോലെ നീരിൻ്റെ മരുന്ന് കഴിച്ചാൽ ഒരു പരിധി വരെയുമ്പോൾ ഈ നീര് കിഡ്നി അസുഖം കൊണ്ട് മാത്രമാകാൻ സാധ്യതയില്ല. നമുക്ക് ഹാർട്ടിൻ്റെ അസുഖം കൊണ്ടും ഞരമ്പിൻ്റെ അസുഖം കൊണ്ടും പിന്നെ മറ്റു വല്ല മരുന്നിൻ്റെ ഇതും കൊണ്ടും ആകാനുള്ള നീരാണിത്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ചില അസുഖങ്ങൾക്കുള്ള മരുന്ന് കണ്ടിന്യൂസ് കഴിച്ചതിന് ശേഷം ഇത് കിഡ്നിയെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് നമുക്ക് ഒരു തെറ്റിദ്ധാരണയാണ്. പ്രത്യേകം എല്ലാവരും പറയും ഇപ്പം ഷുഗറിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടാണ് നമ്മുടെ കിഡ്നിക്ക് അസുഖം വന്നത്, അല്ല പ്രഷറിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ട്. അങ്ങനെയല്ല. നമുക്ക് പ്രമേഹം കൊണ്ടോ അല്ല ഷുഗർ കൊണ്ടോ നമ്മുടെ കിഡ്നിനെ ബാധിക്കുന്നത്. അതുപോലെ പ്രഷർ എന്ന രോഗം നമ്മുടെ കിഡ്നിനെ ബാധിക്കുന്നത്. കിഡ്നിനെ ബാധിച്ചു കഴിയുമ്പോൾ ചില മരുന്നുകൾ നമ്മൾ മാറ്റും. ഉദാഹരണമായിട്ട് ഇപ്പോൾ പ്രഷർ കൊണ്ട് കിഡ്നി വരുമ്പോൾ നമ്മൾ ചില മരുന്നുകൾ നമ്മൾ മാറ്റും. ഷുഗറും കൊണ്ട് നമുക്ക് കിഡ്നി അസുഖം വരുമ്പോൾ മെറ്റ്ഫോർമിൻ എന്നൊക്കെ പറഞ്ഞ മരുന്ന് മാറ്റി ഇൻസുലിൻ നമ്മൾ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും, ഈ മരുന്ന് കൊണ്ടാണോ കിഡ്നി അസുഖം തെറ്റിദ്ധരിക്കും. കിഡ്നിനെ ബാധിക്കുന്ന മരുന്നുകളുണ്ട്. ഈ NSAIDs എന്ന് പറയും, പെയിൻ കില്ലേഴ്സ്, പിന്നെ ചില ഗോൾഡിൻ്റെ സോൾട്സ്, ലിത്തിയം, പിന്നെ അമിനോഗ്ലൈക്കോസൈഡ്, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ പറയും. അങ്ങനെ അത് നമുക്കറിയാം ഇന്ന മരുന്നുകൾ കിഡ്നിനെ ബാധിക്കും. ചില കീമോതെറാപ്പിക്ക് ഉപയോഗിക്കുന്ന ഏജൻസ്, അങ്ങനെ ചില ഡ്രഗ്സ് മാത്രമേ ഉള്ളൂ കിഡ്നിനെ ബാധിക്കുകയുള്ളൂ. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാണ്. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ വൃക്കയുടെ പ്രവർത്തനം നമ്മൾ പ്രശ്നം കണ്ടുപിടിച്ചിട്ടുണ്ട് ഏർലി സ്റ്റേജസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. അതല്ല കുറേ സ്റ്റേജ് കഴിഞ്ഞു, അത് ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ അത് ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഏർലി സ്റ്റേജിലെ ട്രീറ്റ്മെൻറ്റും ലാസ്റ്റ് സ്റ്റേജിലെ ട്രീറ്റ്മെൻറ്റും വ്യത്യസ്തമായത്? ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് ചില ഈ പറഞ്ഞ പോലെ ചെറിയ സൂചനകൾ കിട്ടും. യൂറിനിൽ കുറച്ച് ബ്ലഡിൻ്റെ അംശം പോകുന്നു, അല്ലെങ്കിൽ കുറച്ച് പ്രോട്ടീൻ പോകുന്നു. അതിന് നെഫ്രോട്ടിക് സിൻഡ്രോം എന്നൊക്കെ പറയും. അല്ലെങ്കിൽ തുടക്കത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് കുറച്ച് 1.4 എന്നുള്ള നോർമൽ 1.7 വരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് കിഡ്നി ബയോപ്സി എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്താണ് കിഡ്നിയിൽ സംഭവിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് കിഡ്നി രോഗം വന്നിരിക്കുന്നത്, ഒരു ഇമ്മ്യൂൺ മീഡിയേറ്റഡ് അസുഖമാണോ അല്ലെങ്കിൽ വേറൊരു കാരണം കൊണ്ട് വന്ന അസുഖമാണോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അങ്ങനെയാകുമ്പോൾ നമ്മൾ അതിന് സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ഇമ്യൂണോസപ്രസീവ് മരുന്ന് കൊടുത്താൽ ഈ പറയുന്ന കിഡ്നി രോഗം മാറ്റാനും പറ്റും, ഇല്ലെങ്കിൽ കിഡ്നി രോഗത്തിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് എന്താണെങ്കിലും സ്പീഡ് കുറയ്ക്കാൻ പറ്റും. അപ്പം എത്ര പേഷ്യൻസ് ഉണ്ട് കിഡ്നി രോഗം നേരത്തെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് അവർക്ക് 10, 15, 20 വർഷമൊക്കെ നമുക്ക് കിഡ്നി ഫെയിലിയർ പ്രോഗ്രസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ശേഷം ക്രിയാറ്റിൻ്റെ അളവ് കൂടുന്നു, എല്ലാം കൂടുമ്പോഴാണ് നമ്മൾ ഡയാലിസിസും ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചൊക്കെ നിർദ്ദേശിച്ചത്. നേരത്തെ കണ്ടുപിടിക്കുന്നത് തീർച്ചയായിട്ടും കിഡ്നി രോഗം ചികിത്സിക്കാൻ നമുക്ക് പറ്റും. ചികിത്സിച്ച് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് നമുക്ക് എന്താണെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് തിരുവനന്തപുരത്ത് നിന്നാണ് മാഡം വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എനിക്ക് 2012 പേരെന്തായിരുന്നു? സർ ഷിയാസ്. 2012 ആൽബുമിനൂറിയ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് 48 ഉണ്ടായിരുന്നു. പിന്നീട് അത് ഞാൻ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല ഡോക്ടർ. ഈ അടുത്ത കാലത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്തു, 2 മാസത്തിന് മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ക്രിയാറ്റിൻ 0.9 യൂറിയ 15 ആൽബുമിനൂറിയ 5 ഇതെല്ലാം നോർമൽ റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് ഷുഗറിന്റെ അസുഖം ഉണ്ടോ? ഉണ്ട് മാഡം, ഉണ്ട് സാർ. അത് ലോ ഷുഗർ ആണ്, ഷുഗർ താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അല്ല, അപ്പൊ ഷുഗറിന്റെ അസുഖം ഇല്ല എന്നല്ല പറയുന്നത്. ഷുഗറിന്റെ അസുഖം ഇല്ല. ഓക്കെ. അപ്പൊ ഷുഗറിന്റെ അസുഖം ഇല്ല, പ്രഷറിന്റെ അസുഖം ഇല്ല, വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഈ റീഡിങ്സ് കണ്ടു. അതല്ല നമ്മുടെ പ്രശ്നം. ഇതൊക്കെ നോർമലാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ നമുക്ക് വേണ്ടത്. അസുഖം ഇല്ലാത്തവർ പോലും പോയിട്ട് ചെക്ക് ചെയ്യണം. ഇങ്ങനെയാണ് വേണ്ടത്. ഞാൻ നോക്കിയിട്ടുണ്ട്, നമ്മളെല്ലാവരും പല ടെസ്റ്റുകളും ചെയ്യാറുണ്ട്. പക്ഷേ ഈ കിഡ്നിയുടെ ടെസ്റ്റ് ചെയ്യാൻ വളരെയധികം മടി കാണിക്കുന്ന ഒരു കാലത്ത് നിങ്ങളിങ്ങനെ ചെയ്തതിൽ ഞാൻ നിങ്ങളെ വിഷ് ചെയ്യുന്നു. നിങ്ങളുടെ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് കിഡ്നിയുടെ അസുഖമൊന്നും ഇല്ല. താങ്ക് യു. വിളിച്ചിരുന്ന നന്ദി. ഡോക്ടർ, ഈ സ്ത്രീകളിൽ പ്രഗ്നൻസി ഇടയ്ക്കിടയ്ക്ക് അബോർഷൻ വരുന്നതും പുരുഷന്മാരിൽ ഇമ്പോർട്ടൻസി ഒക്കെ കിഡ്നിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നുണ്ടോ? അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പലരും അറിയുന്നില്ല. എസ്പെഷ്യലി ഈ എക്സസീവ് ബ്ലീഡിങ് അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ ഡിലേ, ഇതൊക്കെ ഒരു കിഡ്നി രോഗത്തിൻ്റെ ലക്ഷണമാകാം. പ്രത്യേകിച്ച് SLE എന്ന് പറഞ്ഞൊരു അസുഖമാണ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസ്. അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ തന്നെ ഈ പറയുന്ന പീരിയഡ് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ അബ്നോർമാലിറ്റിയും ഫ്രീക്വൻ്റ് അബോർഷൻസ് ആണ്. അതേപോലെ ഇമ്പോർട്ടൻസ്, കാരണം നമുക്ക് കുറേ പേഷ്യൻസ് ഉണ്ട്, അവർക്ക് പിള്ളേരുണ്ടാകുന്നില്ല എന്ന്, പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു കിഡ്നി ഫെയിലിയർ, അതിനുശേഷം അവർക്ക് ഡയാലിസിസ് ചെയ്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് മക്കളുണ്ടായിട്ടുള്ള പല നിരവധി കഥകളുണ്ട്. അപ്പോൾ ഇതും ഒരു കിഡ്നി രോഗത്തിൻ്റെ ലക്ഷണമാകാം. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് അത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്? വെച്ചാൽ നമ്മൾക്ക് പലപ്പോഴും കിഡ്നി അവൈലബിൾ ആവാറില്ല. പിന്നെ ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ബ്രെയിൻ ഡെത്ത് വന്ന ഒരാളിൽ നിന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അടുത്ത കുടുംബത്തിലുള്ള ആരെങ്കിലും വേണം. അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കും. അതെ, റീനൽ ട്രാൻസ്പ്ലാന്റ് ആണ് ഒരു അൾട്ടിമേറ്റ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഒരു ഡയാലിസിസും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ദേ ആർ ടൈഡ് ടു ദ ഹോസ്പിറ്റൽ. അവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ സഫർ ചെയ്യുന്നുണ്ട്.
അപ്പം ട്രാൻസ്പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു എൻ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ട്രാൻസ്പ്ലാന്റ് പറയുമ്പോൾ അതിനൊരു ഏജ് സമ്മതിക്കണം. എക്സ്ട്രീംസ് ഓഫ് ഏജ് ആണ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം ചെറിയ മക്കൾ, ഇപ്പം 10 വയസ്സിന് മേലുള്ളവർക്ക് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. അതിന് കിഡ്നി വെക്കേണ്ട സ്പേസ് വേണം. അതുപോലെ ഒരു 60-65 വയസ്സിന് മേലുള്ളവർക്ക് ഈ പറയുന്ന ഇമ്യൂണോസപ്രസീവ് ഡ്രഗ്സ് ചിലപ്പം ടോളറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്ന് ജനറൽ ഹെൽത്ത് വേണം. അങ്ങനെയുള്ളവർക്ക് ഉള്ള പ്രോബ്ലം ഈ ഓർഗൻ അവൈലബിലിറ്റി എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് റിലേറ്റഡ് ഡോണർ. റിലേറ്റഡ് എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, സഹോദരന്മാർ, സഹോദരികൾ, സ്പൗസ്, ഇപ്പം ഗ്രാൻഡ് പേരൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അവർ പല ഹെൽത്ത് പ്രോബ്ലം കൊണ്ട് ഫിറ്റ് ആവുകയില്ല, അല്ലെ ഗ്രൂപ്പിൻ്റെ മിസ്മാച്ച് കൊണ്ട് ഫിറ്റ് ആവുകയില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നിയർ റിലേറ്റീവ് എന്ന് പറഞ്ഞ് പോകുന്നത്. പക്ഷെ അതിനൊക്കെ ഇപ്പം ഫ്രണ്ട്സിന് കൊടുക്കാം. പക്ഷെ അപ്പോൾ അതിനൊക്കെ കമ്മിറ്റി ക്ലിയറൻസും അതിൻ്റെ ഹേർഡിൽസും ഉണ്ട്. അതുകൊണ്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ കഡാവർ ട്രാൻസ്പ്ലാന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം നിരവധി പേര് പല ബാഡ് ലക്കും കൊണ്ടും റോഡ് ട്രാഫിക് ആക്സിഡന്റ് കൊണ്ട് മരിക്കുന്നവരുണ്ട്. അവരുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഓക്കെ ആയിരിക്കാം. അപ്പോൾ അത് ഫാമിലി അത് സമ്മതിച്ചാൽ നമുക്കിതാണ്ട് ഈ വ്യക്തി ഒരു ഇൽഫേറ്റഡ് ആയിട്ട് മരിച്ചു, അപ്പോൾ അവരുടെ ഒരു ഓർഗൻസ് ഡൊണേറ്റ് ചെയ്താൽ ഒരു 5-10 ആൾക്കാർക്ക് ജീവൻ കൊടുക്കാം എന്നുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിഡ്നി മാത്രമല്ല പല ആൾക്കാരെയും ജീവൻ രക്ഷിക്കാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഈ ഡയാലിസിസിൻ്റെ എക്സ്പെൻസ് കൂടുതലാണ്. ഇത് കുറയ്ക്കാൻ നമുക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ സർക്കാരിനോ നമുക്ക് ഹോസ്പിറ്റലൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഡയാലിസിസിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ കണക്കൂട്ടി നോക്കിയിട്ടുണ്ട്. ഒരു പേഷ്യൻ്റ് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ 800 റുപ്പീസ് വരും. കാരണം വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉപയോഗിക്കുന്ന വെള്ളം 200 ലിറ്റർ പ്യുവർ വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ്റെ ക്വാളിറ്റി വെള്ളം വേണം, ഇലക്ട്രിസിറ്റി, ഡയാലിസിസ് മെഷീൻ, സ്റ്റാഫ്, എല്ലാ ചിലവും വെച്ച് നോക്കുമ്പോൾ 800 റുപ്പീസ് വരും മിനിമം ഏറ്റവും ഒരു സാധാരണ സെൻറ്ററിൽ നമ്മൾ ഡയാലിസിസ് ചെയ്താൽ. അപ്പോൾ അതൊരു 1000 റുപ്പീസ് എങ്കിലും ഒരു കുറച്ച് സൗകര്യങ്ങളോടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിന് എക്സ്പെൻസ് വരും. അപ്പോൾ മിക്ക സ്ഥലത്തും ഒരു 1000 to 1500 റുപ്പീസാണ് ഇപ്പോൾ ഡയാലിസിസിന് ചാർജ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ റേറ്റ് വളരെ കുറവാണ്. ഇന്നലെ ഞാൻ എൻ്റെ അമേരിക്കൻ ഒരു ഫ്രണ്ടായിട്ട് സംസാരിച്ചു. അവിടെ $3000 ഒരു ഡയാലിസിസിന് അവർ ചാർജ് ചെയ്യുന്നത്, $3000. അവിടെ പക്ഷേ എല്ലാം ഇൻഷുറൻസ് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, നമ്മൾ ഇൻഷുറൻസിലേക്ക് നമ്മുടെ ജനങ്ങളെ നമ്മൾ കൂടുതൽ എൻകറേജ് ചെയ്യുക. കാരണം ഡയാലിസിസ് മാത്രമല്ല, എല്ലാ ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ എക്സ്പെൻസീവാണ് ഏത് എടുത്താലും. അപ്പം നമുക്ക് അതനുസരിച്ച് നമുക്ക് താരതമ്യം വെച്ച് നോക്കുമ്പോൾ ഡയാലിസിസും ട്രാൻസ്പ്ലാന്റും അത്ര എക്സ്പെൻസീവ് അല്ല. കാരണം ട്രാൻസ്പ്ലാന്റ് ഇപ്പോൾ ഒരു 3 to 4 lakh റുപ്പീസേ വരുന്നുള്ളൂ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനും. ഡയാലിസിസിന് ഒരു ആവറേജ് ഒരു 1000-1500 റുപ്പീസ് വരും. ഈ റേറ്റാണ് കഴിഞ്ഞ 20 വർഷമായിട്ട് 20 years ആയിട്ടുള്ള റേറ്റാണ്. ഓക്കെ. ഡോക്ടറിന് സമയോടെ പൂർണ്ണമായി വൃക്കരോഗങ്ങളും അതിനുള്ള ചികിത്സയെയും കുറിച്ച് വിശദീകരിച്ചു തന്നതിന് നന്ദി. താങ്ക് യു.